ഹായ് ഹലോ നമസ്കാരം. ഞാൻ രഞ്ജു. മാർജിനാലിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർക്കെല്ലാം തിരുവോണ ദിനാശംസകളും അതോടൊപ്പം നബിദിനാശംസകളും നേരുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തിരുവോണ ദിവസത്തിൽ രാവിലെ എൻ്റെ വീടിനടുത്തുള്ള ശ്രീ തോന്നൽ ദേവി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയുള്ള അത്തപ്പൂക്കളം കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അടുത്തുള്ള കാവിലേക്ക് പോയി അവിടെയുള്ള അത്തപ്പൂക്കളം കണ്ടു. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. കാരണം എൻ്റെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഒക്കെ കണ്ടു. കുറേ നാളുകൂടി കാണാതിരുന്ന എൻ്റെ സുഹൃത്തായ അശ്വതിയെ കാണാൻ പറ്റുകയും നമ്മൾ തമ്മിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പരസ്പരം ഓണാശംസകൾ നേർന്നു. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നീട് അവളോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അടുത്തുള്ള പള്ളിയിൽ നബിദിനാഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വളരെ ചെറിയ കുട്ടികൾ അവതരിപ്പിച്ച ദഫ്മുട്ട് മനോഹരമായിരുന്നു. കുറച്ചു നേരം അത് കണ്ടു നിന്നു. എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയായ ഒത്തിരി പേരെ ഇന്ന് കാണാൻ കഴിഞ്ഞു. ആഘോഷങ്ങൾ എന്നും അങ്ങനെയാണല്ലോ. ഒത്തുചേരലുകളുടെ, പങ്കുവയ്ക്കലുകളുടെ സന്തോഷ നിമിഷങ്ങളാണ് ഓരോ ആഘോഷവും. ദഫ്മുട്ട് എന്ന കലാരൂപം കുഞ്ഞുങ്ങൾ ഇത്രയും കൃത്യമായി യാതൊരു തെറ്റും കൂടാതെ അവതരിപ്പിച്ചപ്പോൾ ശരിക്കും മനസ്സിൽ കൗതുകം തോന്നി. വീട്ടിൽ നിൽക്കുമ്പോൾ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. വളരെ നാളുകളെടുത്ത് ചിട്ടയോടെ പഠിച്ച കൊച്ചു കലാകാരന്മാർക്ക് 1000 അഭിനന്ദനങ്ങൾ. ഈ കുഞ്ഞു കലാകാരന്മാരെ കാണുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതവും സന്തോഷവും തോന്നുന്നുണ്ട്. കാരണം ഇവരിൽ പലരെയും വളരെ കുഞ്ഞുനാൾ മുതൽ എനിക്കറിയാവുന്നതാണ്. അവരെത്ര പെട്ടെന്നാണ് വളർന്ന് ഇത്രയും നല്ലൊരു കലാരൂപം നമുക്കായി അവതരിപ്പിക്കാൻ പ്രാപ്തരായത്. അതാലോചിച്ച് അത്ഭുതം തോന്നി. കുറേ നേരം ഞാനത് നോക്കി നിന്ന് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് അവരുടെ നബിദിന ഘോഷയാത്ര തുടങ്ങി. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് ഓർമ്മ വന്നത്. കാരണം ആഘോഷങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടേതാണല്ലോ. ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ വർഷവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്കെല്ലാവർക്കും ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.